ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഗോവയിലൊക്കെ പോയി വയറൊക്കെ കേടായാണ് വന്നേക്കുന്നത്. രാവിലെ ആണെന്നല്ലോ ഒന്ന് ഞങ്ങൾ 10 മണിക്ക് ഇവിടെ എത്തിയത്. ഉച്ചയ്ക്ക് മീനൊന്നും ഉണ്ടായിരുന്നില്ല. മീൻ കടയിൽ പോയി വാങ്ങാനുള്ള ആവത് എനിക്കില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞങ്ങൾ മീൻ കൊതിച്ചുകളാണെന്ന്. പിന്നെ പിറ്റേ ദിവസം ഭാഗ്യത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മീൻകാരി ചേച്ചി വീട്ടിലോട്ട് വന്ന്. അതുകൊണ്ട് നമുക്ക് ചെമ്മീനും കുറച്ച് വറക്കാനുള്ള പൊടിമീനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് അമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ്. എല്ലാവരും സെയിം സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് മാറുമല്ലോ അവസാനത്തത്. നാൻസി അമ്മേനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വോയിസ് ഇടാൻ പറ്റത്തില്ല, ബാഗില് ടിവിയുടെ ഭയങ്കര അലപ്പറയായിരുന്നു. അതുകൊണ്ട് വോയിസ് മ്യൂട്ടാക്കി ഇട്ടേക്കുന്നത് പൊക്കി അടിക്കും കേട്ടോ അമ്മേനെ. ഭയങ്കര ടേസ്റ്റാണ്. അമ്മ ശരിക്കും പറഞ്ഞ ചെമ്മീനൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒലത്താൻ നേരത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമുക്ക് കുറച്ച് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയൊക്കെ ഇറങ്ങി. ഹലോ, ഞങ്ങൾ നമ്മുടെ പണിക്കിറങ്ങാൻ പോവുകയാണ്. കുറച്ച് മെറ്റീരിയൽസ് കുറച്ച് പേർക്ക് വേണ്ടി നോക്കാനുണ്ടായിരുന്നു. പോത്തീസിൽ പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പോത്തീസിൽ പോയി നടന്നില്ല. കിയായ്ക്ക് ലൂസ് മോഷൻ. നമ്മുടെ യാത്രയുടെ പരിണിത ഫലമായിട്ട് 2-3 ദിവസമായിട്ട് കൊച്ചിന് മരുന്ന് അവൾ കുടിക്കുന്നില്ല, ഒരാശ്വാസവും ഇല്ല. അതുകൊണ്ട് സ്കൂളിൽ വിടുന്നില്ല. അതുകൊണ്ട് പോത്തീസിൽ പോകാൻ പറ്റില്ല. ആൻസി മറ്റേ സ്വിം സ്യൂട്ടാണ് ഇട്ടേക്കട്ടെ, അതുകൊണ്ട് സൈഡ് തിരിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ കടയിലെത്തി കേട്ടോ. വൈക്കത്തെ വൈറ്റ് ഹൗസ് ആണ് നമ്മുടെ ലക്ഷ്യം. കൊടിയൊക്കെ ഉണ്ടോ വഴിയിൽ തൂക്കിയിട്ടേക്കുന്ന. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിരിപ്പുണ്ട്. ഇത് ഇതുപോലത്തെ നിറത്തിലുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു, അതില്ലല്ലേ അവിടെ. ഇതിന്റെ പ്ലെയിൻ ഉണ്ടാവോ ചേട്ടാ? ഈ ഹാൻഡ്ലൂം പോലത്തെ പ്ലെയിൻ ഉണ്ടാവോ അവിടെ ഇരിക്കുന്ന? ഇതോ ആ നടുക്കിരിക്കുന്ന ആ സാധനം, അതിന്റെ താഴെയായിട്ട് ചേട്ടാ. അത് രസമുണ്ടല്ലോ. അതിന്റെ താഴത്ത് താഴെ 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 ആ അതിന്റെ ആ താഴെ അതിനകത്ത് ആ പ്രിന്റ് ഇതുണ്ട്. അതൊന്ന് എടുക്കാവോ ഇങ്ങോട്ട്? അത് തീർന്നു പോയത്. അതല്ലേ അത്? അതെന്നെ മെറ്റീരിയലാ? അതെന്തുവാ അത്? ഇതിന് എത്രയാണെന്ന് ചേട്ടാ പറഞ്ഞു? 190. എനിക്കിത് ഇഷ്ടപ്പെട്ടു. താഴെ തേലൈനായിട്ട് ചെയ്തു. അതെന്താ ചേട്ടാ? തോർത്ത പോലത്തെ മെറ്റീരിയൽ ആയിരുന്നു ശരിക്കും നമുക്ക് വേണ്ടത്. അതേപോലത്തെ ഒരു ഫോട്ടോ ആട്ടോ കൂട്ടി അയച്ചു തന്നത്. പക്ഷേ അതിന് കരിയൊക്കെ പോകണോണ്ട് നമ്മൾ തോർത്തെടുത്തില്ല. ഞങ്ങൾ തോർത്തെടുത്താനേ പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിലും അങ്ങനെയാണ്, എല്ലാം ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ തുറന്ന് നോക്കിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ബോർഡർ പോലെ വരുന്നുണ്ടല്ലോ, ഹക്കാബേട ഊട്ട പോലെ വരുന്നത്. താഴത്ത് മാത്രമേ ഉള്ളൂ, അത് മുകളിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് ഇതേപോലെ കാട്ടുപൂക്കളൊക്കെ വന്ന പോലത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമാണ്. ഇത് പേളിമണിയൊക്കെ ഇടുന്ന പോലത്തെ ആ ഒരു രീതിയിലുള്ള ആ ഒരു ടേസ്റ്റിനെ പറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതാണ് ആ കുട്ടി അയച്ചു തന്നേക്കുന്ന റെഫറൻസ് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം. കുറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ റേറ്റ് ഇത് കണ്ടോ? ഇതാണോ 178? ഇത് എത്ര എടുക്കണം? 4 മീറ്റർ മതിയോ? 4 മീറ്റർ. ഗാദേഴ്സ് ഇട്ടാണ് നമ്മൾ ഓഫ് ആയിട്ട് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 4 മീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരത് മുറിക്കണ ഗ്യാപ്പിൽ നാൻസിനോട് ഞാൻ ആ തുണി ഒന്ന് മേത്ത് വെച്ച് നോക്കാൻ പറഞ്ഞതാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നാൻസിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ തൊടാൻ നല്ല രസമാണ്. നമുക്ക് സോഫ്റ്റ് ആണ്, നല്ലൊരു തുണിയാണ്. പിന്നെ ഇത് നാൻസിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ്. പക്ഷേ അവള് വേണ്ട, ഇതെല്ലാം കൂടി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, പൈസയും ഇല്ല. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോകുന്നേ. നല്ല ഭംഗിയുള്ള എന്തോ ഒരു ചെറിയൊരു ഗോൾഡന്റെ ഒരു ഇങ്ങനെ ആ ഒരു ഇതൊക്കെ പൂക്കളിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഒരു 200-നടുത്ത് ആ ഒരു റേറ്റ് വരും. അപ്പൊ പിന്നെ സാരിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. സ്കേർട്ടാ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് ഇതുകൊണ്ട് പാന്റും ടോപ്പും തയ്ച്ചിട്ടൊക്കെ കണ്ടായിരുന്നു. മറ്റേ പാന്റില്ലേ, പലാസോ പാന്റ്, നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബ്ലൗസിന്റെ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടേ. ഇത് എന്തുവാടി? എന്താ പാവാടയ്ക്ക് കൊണ്ടുപോകുന്നത്? കൊള്ളല്ലോ. എടി ഇത് കണ്ടോടി, പാവാടയ്ക്ക് കൊണ്ടുപോകുന്ന പോലത്തെ നല്ല രസമില്ലേ കാണാൻ? ഇതുകൊണ്ട് ഇടി അനുപമയോട് ചോദിക്കും, ഇതുപോലത്തെ മെറ്റീരിയൽ കൊണ്ട് മതി വന്ന് തലേ ദിവസം. രസമില്ലേ കാണാൻ? ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണോ വെറുതെ? ആണോ? 290 നോക്കട്ടെ. 290 രൂപ വെച്ചേടി. ജസ്റ്റ് നല്ല ഇങ്ങനെ ഇഷ്ടമായി.
ഇത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട് കേട്ടോ. കല്യാണ പെണ്ണിന് കല്യാണ തലേ ദിവസം ഇടാനോ എൻഗേജ്മെന്റിന് ഇടാനായിട്ട് നല്ല രസമാട്ടോ. ആ ബ്രൊക്കേഡ് പോലെ തന്നെ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട്. ആ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ തയ്ച്ചിട്ട് അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. നല്ലൊരു രസമുള്ളൊരു നിറാട്ടോ അതിന്. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും പല നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കളുടെ കോട്ടൺ തുണി, അതിന്റെ റേറ്റ് ഒക്കെ ചുമ്മാ ഒന്ന് നോക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി. നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണമായിരുന്നു. ആ ഓഫ് വൈറ്റിന് പറ്റിയ ലൈനിങ് ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ സ്വപ്നയിലോട്ട് വന്നേക്കുവാണ്. വന്നപ്പോ തന്നെ നമ്മുടെ ബൊമ്മ ഒരു നല്ല രസമുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നോക്കിയതാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഡ്രസ്സ് കാണാനായിട്ട്. ബൊമ്മ ഇട്ടേക്കുന്ന ഒരു നല്ല മെറൂൺ കളറിലുള്ള. അങ്ങനെ നമ്മുടെ മെറ്റീരിയലിന്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ഇതിനു മുന്നേ നമ്മളൊരു മെറൂൺ അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മെറൂണൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൈനിങ് നമ്മൾ നോക്കുവാണ്. കോട്ടൺ നോക്കുന്നില്ല കേട്ടോ. ഇതൊരു കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ സെയിം കോട്ടൺ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് ഒട്ടിപ്പോയി. ഒരലക്ക് കഴിയാൻ നേരത്ത് ഷൂ കണക്കായി പോകും. അതുകൊണ്ട് ക്രേപ്പ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ 2 നിറത്തിലുള്ള ക്രേപ്പ് ഉണ്ട്. ഇതിനകത്ത് ചില തുണി നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ തുണിയുടെ യഥാർത്ഥ നിറം ലൈനിങ് മങ്ങിക്കളയുമല്ലോ, അല്ല മുക്കിക്കളയും ആ നിറം. അങ്ങനെ നാൻസി നമുക്കൊരാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് തുണി ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ മെറ്റീരിയലൊക്കെ ഫോട്ടോ അയച്ചു ഇട്ട് കൊടുക്കുവാണ്. പക്ഷെ ഫോട്ടോയിൽ വന്നേക്കുന്നത് ആ ഒരു സെയിം നിറം അല്ല, നിറ വ്യത്യാസം വരും. നാൻസി മറ്റേ ചുമപ്പതേ നമ്മുടെ മറ്റേ റോസിന്റെ ചുമപ്പ് നല്ല രസത്തില് കാണാ. ജിമ്മിച്ചു എന്നങ്ങണ്ടല്ലേ ഇതിന് പറയുന്നത്? നിങ്ങളോട് എന്താ പറഞ്ഞ രംഗിലിയാ? ഇതും കൊള്ളാം, ഇതും കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. ഇത് ക്രിസ്മസിനിടാൻ സൂപ്പർ അല്ലേ? സർദോസി മെറ്റീരിയൽ ആണ്. ഇതേടി സർദോസി മെറ്റീരിയല്, ജോർജറ്റില് സർദോസി വന്നേക്കുന്നത്. സെറ്റാക്കി അടിപൊളിയായിരിക്കും. സാരി ആയിട്ട് ഒരു തവണ കൊടുക്കണം. ടോപ്പും ഷോളും. പക്ഷെ ഞാൻ അവിടെ നിന്നൊരു തുണി പോയി എടുത്തല്ല ദൈവമേ, എന്റെ ബഡ്ജറ്റ് ക്ലോസ് ആയി. അല്ലെങ്കിൽ ഞാൻ ഇതെടുത്താരെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ഭംഗിയല്ലേ ഈ തുണി. ആ സാരി ആയിട്ട് ഉടുത്തിട്ട് നമുക്കതിന്റെ രൂപം മാറ്റാം. നല്ല മെറ്റീരിയല്. അതെ, ചായം പറ്റത്തില്ല. എനിക്കിത് മതിയാത്. നല്ല രസം ഇത് കാണാൻ. അട്ടങ്ങണ ഞാൻ മടക്കില്ല. ആ തുണി ആ മെറൂൺ കളർ നിർബന്ധമില്ല. ഇത് നല്ല നിറവാ, ഇത് കൊള്ളാം. സ്ലിറ്റ് ടോപ്പാ? കൊള്ളത്തില്ല. ഏലൈനാ നല്ലത്. ഏലൈൻ നമുക്ക് പാനിലിട്ട് കൊടുക്കായിരുന്നു അല്ലേ? പാനലൊക്കെ 3 മീറ്ററെങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിട്ടു തന്നേക്കും കേട്ടോ കൊച്ചി. എന്തെങ്കിലും ചേച്ചി നിങ്ങൾ ഉചിതം പോലെ ചെയ്തോളാൻ ഞാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇന്നത് മതി എന്ന് പറയാൻ നേരത്ത് പിന്നെ നമുക്ക് അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ സമ്മാനം കൊടുക്കാനുള്ള ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കൂടി എടുത്തോട്ടോ. ചേച്ചിനോട് ഫോട്ടോ അയച്ചു കൊടുത്ത് മെറൂൺ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ മുറിച്ച് വാങ്ങണ നേരത്ത് നാൻസിക്ക് ഒരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ അളവെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൊച്ചു. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പൊ നാൻസി അങ്ങോട്ട് പോവുകയാണ്. ആ നേരത്ത് ഞാൻ തുണിയെല്ലാം വാങ്ങിച്ചു, ബില്ലൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി. ഇന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് ഭയങ്കര വമ്പം പരിപാടിയായിരുന്നു കേട്ടോ വൈക്കത്ത് ബീച്ചിൽ നടന്നേച്ചത്. അമ്മ പറയടി ആ പന്തലൊന്നും പോയി കാണുന്നീ, വലിയ കോട്ടം പന്തലാന്ന് പറഞ്ഞു. 5 കോടി രൂപ മുടക്കിയാന്നൊക്കെ പറയുന്നത്. പക്ഷെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി പോണതിന് മുന്നേ തന്നെ തമിഴന്മാരെല്ലാം അയച്ചു തുടങ്ങി കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് അവർ തന്നെ കൊണ്ടുവന്നിട്ടേക്കണ സെറ്റപ്പാണിത്. അങ്ങനെ പന്തല് കാണാൻ വന്നിട്ട് അഴിക്കുന്ന സീൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് ചെന്നപ്പോൾ നാൻസി അവിടെ അളവെടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ വേണമെന്നാണ് കാണിക്കുന്നത്. ഒരു 3 മെറ്റീരിയൽ അളവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സാരി ബ്ലൗസിനാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനുള്ള അളവുകളൊക്കെ നാൻസി എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരം പൂത്തോട്ടക്കാരി ആട്ടോ ഇത്. പൂത്തോട്ടയെന്ന് പറഞ്ഞ കുട്ടിയാണ്. നമ്മൾ ഇപ്പൊ ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ആള് നിക്കണ നിപ്പി വണ്ണം വെക്കുമെന്നാണ് പറയുന്നത്. നിക്കണ നിപ്പി വണ്ണവും കുറയുമെന്ന്. ഇതിപ്പോ അന്ന് ഇട്ടോണ്ട് പോയപ്പോ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ ഇച്ചിരി ലൂസ് ആയിട്ടുണ്ട്. ഇത് തോപ്പുംപടി പരാഗിന്ന് എടുത്തതാന്ന് പറഞ്ഞോട്ടോ. പരാഗെന്ന് ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒന്ന് പരാഗിൽ പോയാൽ കൊള്ളാന്ന് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യമായിട്ട് കടയിൽ പോണായിരുന്നു കിയാരിക്ക് സ്നഗി വാങ്ങാനായിട്ട്. ലൂസ് മോഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്നഗി ഉപയോഗിക്കാറില്ലെന്ന്. അപ്പൊ തന്നെ വാങ്ങേണ്ടി വന്നു. കരിക്കും കൊണ്ട് വന്നതാ ജൈസ. ദാണ്ടെ നടക്കണ്. കിയാര മരുന്ന് വേണാ? അതെന്താ? മരുന്ന് കുടിക്കണം. മരുന്ന് വേണാ?
അങ്ങനെ കരിക്കൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവള് കുടിക്കുന്നില്ല കേട്ടോ. കരിക്കൊക്കെ പിന്നെ ഞങ്ങളാ കുടിച്ചത്. അന്ന് വൈകുന്നേരം നാൻസി ഒരു ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു. അത് എടുത്തപ്പോഴാണ് കപ്പ് വാങ്ങിച്ചില്ല എന്നറിയുന്നത്. പിന്നെ ഞാൻ വേഗം പോയി കപ്പെല്ലാം വാങ്ങിച്ച് നമ്മുടെ വൈക്കത്ത അശ്വതി ത്രെഡ് ഹൗസിൽ നിന്നാണോ ഞാൻ കപ്പെല്ലാം വാങ്ങുന്നത്. തയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കപ്പ് എവിടുന്നാ കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന എല്ലാ കടയിലും കാണും കേട്ടോ. കാണാതെ ഇരിക്കാൻ ഒരു വഴിയുമില്ല. ഇപ്പം നമ്മുടെ വൈക്കംകാരാണെന്നുണ്ടെങ്കിൽ വൈക്കത്തെ അശ്വതി ത്രെഡ് ഹൗസിൽ ഇത് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഭാരത് കോളേജിന്റെ ഒക്കെ ആ റോഡുണ്ടല്ലോ, മുസ്ലിം പള്ളിയുടെ അപ്പുറത്തായിട്ടാണ് അശ്വതിയുടെ കട. ആ കടയിലുണ്ടാകും. 30 അശ്വതി ത്രെഡ് ഹൗസ് 32 സൈസ് മുതലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. 30 ഉണ്ടോ എന്ന് നമുക്ക് വലിയ പിടിയില്ല. 32 മുതലാണ് എല്ലായിടത്തും കണ്ടേക്കുന്നത്. 30 ഉണ്ടോ? ഇവിടെ നെയ്ചേട്ടാ 30 മേടിക്കാത്ത ആണോ? ഇന്ന് എറണാകുളത്ത് പോകുമ്പോ ഒന്ന് അന്വേഷിക്കണല്ലോ 30 ഉണ്ടാവുന്ന. പിറ്റേ ദിവസം രാവിലേക്ക് ആയിരിക്കും ഒരു കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓർത്ത് അഡ്മിറ്റ് ആക്കാന്ന്. അങ്ങനെ ആളെ അഡ്മിറ്റ് ആക്കി. ഈ ട്രിപ്പൊക്കെ ഈ ഇപ്പൊ ഇരിക്കണ ഇരിപ്പുള്ളോട്ട് അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു. എന്നിട്ട് അതൊന്നും ഇട്ടില്ല അവള്. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആക്കിക്കൊണ്ട് പോകുന്നു വീട്ടിലോട്ട്. ഇപ്പൊ നമ്മൾ കുറച്ചധികം തുണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമുക്ക് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ചെയ്തു കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. ക്രിസ്മസിനും ചെയ്തു കൊടുക്കാനുള്ളതാണ്. അവര് ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പോത്തീസിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതുകൊണ്ട് നമ്മളെല്ലാം ഓക്കെ പറഞ്ഞു. പോകാൻ പറ്റാഞ്ഞോണ്ട് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള തുണി വെച്ച് പിന്നെ ആക്കാന്ന് വിചാരിച്ചു അല്ലെ. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ചേച്ചിക്കും നമ്മള് പോയിട്ട് ഭയങ്കരമായിട്ട് ടയർഡായി പോയി. കിയാരി ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വന്നത്. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. എനിക്കൊക്കെ ഇപ്പൊ നിലവിലും വയ്യ. പക്ഷെ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അത് നാൻസിക്ക് ഗ്യാസ്, ലൂസ് മോഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇടേണ്ട ആൾക്കാർക്കൊക്കെ ഇടണമല്ലോ എന്ന് ഓർത്തോണ്ട് നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പൊ ഇന്ന് മുതൽ ഞാൻ കളത്തിൽ ഇറങ്ങാൻ പോയി. ഇന്നലെ എത്ര ദിവസമായി അറിയാമോ? ഇന്ന് തുടങ്ങാന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ 15-ാം തീയതിയായി. അപ്പൊ ഫസ്റ്റ് നമ്മള് സ്വപ്നേന്ന് എടുത്തൊരു തുണിയാണ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആക്രാന്തം. നാൻസിക്ക് അത്രയ്ക്ക് ആക്രാന്തം. നാൻസിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എടുത്ത തുണിയാണ്. ഇത് നമ്മൾ എന്താക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. സാരി എന്ന് പറഞ്ഞാൽ മുറിച്ച് വാങ്ങിച്ചേക്കുന്നത് ഒരു സൽവാർ സെറ്റ് ആക്കിയാലും രസമായിരിക്കും കാണാൻ. നല്ലൊരു നിറാട്ടോ. ഈ ക്യാമറയിലെ വരുന്നത് ഒരു പൊട്ട നിറമാണ്. ആ ഒരു നിറമല്ല ഇത്. അതെ, ക്യാമറയിൽ അതിന്റെ യഥാർത്ഥ നിറമല്ല. ഇച്ചിരി ലൈറ്റ് ആണ് ക്യാമറയിൽ. കണ്ടാ വല്ലാത്തൊരു ജാതി റെഡാണ്. ക്യാമറയിൽ എനിക്ക് തോന്നുന്നു റെഡ് കളർ ഏതാണ്ടാ വരുന്നത്. പക്ഷെ റെഡ് അല്ല, റാണി പിങ്ക്. നല്ല റാണി പിങ്ക് ആണ്. അപ്പൊ നൈസിക്ക് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നൺസീന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ എടുത്തോളം പറഞ്ഞു. അങ്ങനെ ആക്ച്വലി എന്റെ പൈസയുടെ കോട്ടയാണ്. നൈസിയുടെ കോട്ട ഫസ്റ്റ് തീർന്നത്. അപ്പൊ നൈസിയുടെ കോട്ട കാണിച്ചില്ലാത്തുണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഡാൻസ് പറഞ്ഞു നിനക്ക് വേണേ നീ എടുത്തത് പറഞ്ഞിട്ടുണ്ട്. പാവല്ലേ. ചിലപ്പോ സാരി ആയിട്ട് എടുത്തിട്ട് അവൾ എടുക്കും. ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡിസംബർ അല്ലല്ലോ, ജനുവരി പള്ളിപ്പെരുന്നാൾ എടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഒരു നല്ലൊരു കറക്റ്റ് ഈ സെയിം നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. ഈ സെയിം തുണി കൊണ്ട് തന്നെ ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള തുണി നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാരി ആയിട്ട് എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് സാരി ആയിട്ട് കാണാം. ലൈനിങ് ഒന്നും വാങ്ങിയിട്ടില്ല. സാരി ആയിട്ട് എടുക്കാമെന്ന് കരുതി ഇരുന്നുകൊണ്ട്. അയ്യോ, സൽവാറിനാന്നുണ്ടെങ്കിൽ ലൈനിങ് ഒക്കെ വാങ്ങണമല്ലോ. അത് ഞാൻ അവിടെ വെച്ച് ചോദിച്ചല്ലോ എന്റെ അടുത്ത്. അപ്പൊ ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് സാരിക്കുള്ള മെറ്റീരിയൽ ആയിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു മെറൂൺ കളർ. ഇത് ഫോണിൽ എങ്ങനെയുണ്ട് കളർ? ഫോണിലും കളർ ലൈറ്റ് ആണ്. ഇതെന്താ ലൈറ്റ് ആയിട്ട് കാണിക്കുന്നില്ല? ഇത് നമ്മള് നമ്മുടെ വിന്നറിന് വേണ്ടി വാങ്ങിയതാണ്. നമ്മള് ഡ്രസ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞില്ലായിരുന്നു. 100K സ്പെഷ്യൽ. അപ്പൊ നമുക്ക് ഇപ്പോഴാണ് വാങ്ങാൻ പോകാനായിട്ട് സമയം കിട്ടിയത്. ഇതാണ് കേട്ടോ തുണി നമ്മൾ വാങ്ങിയത്. ജോർജറ്റ് ആണ്. ചേച്ചി ഏതെങ്കിലും ഡാർക്ക് കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഒരു കോട്ടൺ സെറ്റ് ആണ് ഉദ്ദേശിച്ചത്. ചേച്ചിക്ക് ഒരു 38 ആണ് വയസ്സ് വരുന്നത്. അപ്പൊ ഒരു കോട്ടൺ സെറ്റ് എന്നുള്ള രീതിയിലാണ് ആദ്യം സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ജോർജറ്റ് മതിയെന്ന് തീരുമാനിച്ചു. ജോർജറ്റിൽ എന്തെങ്കിലും ചെറിയൊരു വർക്കും കൂടി വെച്ച് അംബ്രല കട്ടായിട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള ചേച്ചിയുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ സംസാരിച്ചപ്പോഴത്തേനും ചേച്ചിക്ക് അംബ്രല കട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കണം. ദുപ്പട്ടയും ഉണ്ട്, ടോപ്പിന്റെ തുണിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ആലോചിച്ചിട്ട് ചെയ്യാം. ഇതാണ് ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മൾ വാങ്ങിയേക്കണം ലൈനിങ്. ഇത് നമ്മൾ റോസിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. 2.5 മീറ്റർ തുണി. റോസിന് വേണ്ടി ജോർജറ്റിന്റെ ഒരു ഡ്രസ്സും കൂടെ. ഇത് ആ മെറൂണിനേക്കാൾ ഇത്തിരി ഡാർക്ക് കളറാണ്. പക്ഷെ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതെ,
ഇത് ലാസ്റ്റ് പീസായിരുന്നു. നല്ല ഡാർക്ക് മെറൂൺ ആണ്, ഇത് നല്ലൊരു കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ റോസിന് മെയിൻ ആയിട്ട് നോക്കാൻ പോയത് ആ തുണി എന്തിയെ വൈറ്റ് ഹൗസിൽ റോസിന് മെയിനായിട്ട് നമ്മൾ ക്രിസ്മസിലേക്ക് വേണ്ടി നോക്കാൻ പോയത് ഈ ഒരു തുണിയാണ് കേട്ടോ. അതെ ഇങ്ങനെ വരും, ഇതുപോലത്തെയാണ് നമുക്കിപ്പോ കിട്ടിയത്. സത്യം പറഞ്ഞാൽ അയച്ചു തന്ന റെഫറൻസിനകത്ത് ഇതുപോലത്തെ ഉണ്ടായിരുന്നില്ല. ഇതില്ലേ ഈ ഒരു തുണിയുടെ ആയിരുന്നു വേണ്ടത്. ഞങ്ങൾ അവിടെ അത് കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അത് തീർന്നു പോയി. അതെനിക്ക് വാങ്ങിയിട്ട് ഡൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ, പക്ഷെ അത് തീർന്നു പോയി. അപ്പൊ ഇതെല്ലാം വേഗം ചെയ്യാൻ പോവാണ്. ഇനി ഞങ്ങൾക്ക് ആലോചിച്ച് നിൽക്കാനുള്ള നേരമേ ഇല്ല. ഇന്ന് റോസിന് ചെയ്യണം, എന്നിട്ട് നാളെ കൊറിയർ ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ടല്ലോ അല്ലേ നിങ്ങള്, ഇത് എനിക്ക് വേണ്ടി നൈസിയുടെ കോട്ട എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നണല്ലേ ഇതിന്. എത്ര 140 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പൊ കുഴപ്പമില്ല, പരക്കേടില്ലാത്ത റേറ്റാണ്. അപ്പൊ ഇത് നമ്മള് നൈസിക്ക് വേണ്ടിട്ട് വല്ല ആലിയാക്കട്ടോ വല്ലോ കാര്യം കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ നൈസിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. എനിക്ക് അങ്ങനെ എനിക്കെല്ലാം ഇഷ്ടം. ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ കുറവാ, എന്ത് സാധനമാണെങ്കിലും ഭയങ്കര ഇഷ്ടം. തുണിയാണോ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് നമ്മള് ആലിയാക്കട്ടായിട്ട് ചെയ്യും. പക്ഷെ എനിക്കിത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആക്രാന്തം പിടിച്ചെടുക്കുന്ന തുണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയായിരുന്നു ശരിയായിരിക്കും തോന്നിയിട്ടുണ്ട്. അതറിയില്ല, നോക്കാം. ഇത് കൂട്ടത്തിൽപ്പെട്ട ഒരെണ്ണം ആകാനാണ് സാധ്യത. വലിയ ആക്രമണത്തിൽ തയ്ക്കും എന്നുവെച്ച് നീളത്തില്ല. പിന്നെ ഒരു സ്പെഷ്യൽ സമ്മാനം നമുക്ക് വന്നിട്ടുണ്ട്. ഗോവയിൽ പോയി വന്നപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മള് 100K ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 100K ആയതിനു ശേഷം കിടന്ന് നിരങ്ങുമായി യൂട്യൂബ്. അതെ, വ്യൂസ് ഒക്കെ ഭയങ്കര ഇടാൻ പറ്റുന്നില്ല, നമുക്ക് ഇടാൻ പറ്റുന്നില്ല. ഇടാൻ പറ്റാണ്ടായിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നിരങ്ങും. നമുക്ക് കാണാം. ഇങ്ങനത്തെ ഒരു പാക്കേജിലാട്ടോ വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാടി, ഇതൊക്കെ കണ്ടു കണ്ട് മടുത്തിരിക്കുവാണ്. ആ സാധനം ഇങ്ങോട്ട് എടുത്തോ. ഡൈസി നാൻസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കാറില്ല കേട്ടോ. പ്ലേ ബട്ടൺ കിട്ടുന്നത് കാണുന്നവരാണ് ചോദിക്കുന്നത്, പ്ലേ ബട്ടൺ കിട്ടിയോ ബട്ടൺ കിട്ടിയോ എന്ന്. അപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ചെറുതാ, നേരത്തെ വീഡിയോസിലൊക്കെ ഇച്ചിരി നീള കൂടുതലുണ്ടാകും. അയ്യോ നമ്മൾ എന്തോരം യൂട്യൂബ് വീഡിയോസ് പണ്ടൊക്കെ കണ്ടോണ്ടിരുന്നറിയാം ഈ പ്ലേ ബട്ടൺ തുറക്കണല്ലേ. തുറക്കണൊക്കെ. പക്ഷെ നമുക്കത് കിട്ടുമെന്ന് എന്റെ ദൈവം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി വർത്താനങ്ങള് പറയുമെന്നോ. എല്ലാവർക്കും പറയാം നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നൊക്കെ വെറുതെ മോട്ടിവേഷന് പറയുന്നല്ലാണ്ട് ഇതൊക്കെ പ്രാവർത്തികമാകുമെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഒരു വലിയ സത്യത്തിൽ ഇതിപ്പോ കാണുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ആയിരിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്ന സാധനം, എല്ലാവർക്കും കിട്ടുന്ന സാധനമായിട്ട് അപ്പൊ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര വലുതാണ്. എന്താന്ന് വെച്ചാ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ രണ്ടാമത്തെ സമ്മാനം ഇതാട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ അയച്ചു തന്നതാണ്. ഒരു ലെറ്റർ ഒക്കെ ഉണ്ട്. ഇത് കിയാ ബേബിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോ ഒക്കെയാണ് കേട്ടോ അയച്ചു തന്നേക്കുന്നത്. ലെറ്റർ വായിക്കാൻ താല്പര്യമുള്ളവരൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ബോക്സിനകത്ത് ഉണ്ടായിരുന്ന ഗിഫ്റ്റ് അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. നല്ല ബോയാട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോയാണ്. എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ട് മുത്തൊക്കെ പിടിച്ച് നല്ല രസമില്ല കാണാനായിട്ട്. ഇൻസ്റ്റഗ്രാം പേജ് വഴിയാട്ടോ അവര് സെല്ല് ചെയ്യുന്നത്. ഒരു പുതിയൊരു സംരംഭമായിട്ട് തുടങ്ങിയേക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് ഒരുപാട് നല്ല ക്യൂട്ട് ബോസ് ഒക്കെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് വാങ്ങിച്ച് നോക്കുക. നല്ല രസമാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നതെല്ലാം. ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മുത്തൊക്കെ പിടിപ്പിച്ചിട്ട് ബാക്ക് പോർഷൻ കാണിച്ചേടി ഉടക്കാതിരിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ ആയിട്ട്. നമ്മുടെ ഈ പോർഷനിൽ ഉടക്കൂല്ലേ, ആ ഉടക്കേണ്ട അവിടെയൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളതാണ് അയച്ചു തന്നേക്കുന്നത്. കിയായ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് കിയാന വെച്ച് കാണിക്കാണ്. നമുക്ക് തൽക്കാലം നാൻസിയുടെ തലയിൽ വെച്ച് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ന്യൂ ബോൺസിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഹെയർ ബാൻഡാണ്. തലയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലേ. അത് ആണ് അവരുടെ ഇൻസ്റ്റാ പേജ്, ബോസ് ആൻഡ് ഡ്രസ്സസ്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ക്രോഷേ വർക്കും ചെയ്യും കേട്ടോ ചേച്ചി. ക്രോഷേ ചെയ്യുന്നതാണ്. ടിഷ്യൂ ബോക്സ് അയച്ചു തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ ടിഷ്യൂ ബോക്സ് വെച്ചിട്ട് ടിഷ്യൂ ഇങ്ങനെ എടുക്കണം.
ഇങ്ങനെ എടുക്കാം. നമ്മൾക്ക് ക്രിസ്മസ് പ്രമാണിച്ചുള്ള സാന്താക്ലോസിന്റെ ഒരു സോക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ടിഷ്യൂ ബോക്സിന് പുറമെ വെക്കാൻ തന്നതാണ് അല്ലേ, ഡെക്കർ ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ഇത് സാന്താക്ലോസിന്റെ സോക്സ്. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നും നമുക്ക് സമ്മാനമായിട്ട് തരുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടുള്ളതല്ല. കണ്ടാ നല്ല മേലിൽ ഇങ്ങനെ തൂക്കിയിടാം അല്ലേ. ഗ്രീനൊക്കെ കണ്ടില്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്. കിയാക്കി ഇത് കണ്ടിട്ട് പൂമ്പാറ്റ ചിത്രശലഭം താന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നേ. കാരണം അവള് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിൽ കാണിക്കണമല്ലോ, അതുകൊണ്ടിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. കിയാരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നാൻസിയുടെ മുടിയിൽ വെച്ച് നോക്കാവേ. ഇത് വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, പിള്ളേർക്ക് മാത്രമൊന്നുമില്ല. വലിയവർക്ക് നല്ല വലിയവരാണ് ഇപ്പൊ കുഞ്ഞു പിള്ളേരെക്കാളും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പൊക്കോ ടാറ്റാ പൊക്കോ. ഇവിടെ വരൂ, ഇങ്ങോട്ട് വാ. ഇനി റെഡ് റെഡ് ഇച്ചിരി ഇങ്ങോട്ട് വലുതാണ്. കണ്ടാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി വരുന്നത് ഇതെല്ലാം ധൃതി പിടിച്ച് തയ്ക്കാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ അതുവരേക്കും ബൈ കൊടുക്കും. ബൈ.